മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക്. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കൊപ്പം ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കൊണാട്ട് പ്ലേസിലെ ശിവ നവഗ്രഹ ക്ഷേത്രത്തിലും കെജ്രിവാൾ ദർശനം നടത്തി. അല്പസമയത്തിനകം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. कैमरा नीचे। अरे यार നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇന്ന് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഉച്ചയ്ക്ക് ശേഷം വിവിധ മണ്ഡലങ്ങളിലെ റോഡ് ഷോ തുടങ്ങും. അതിനു മുമ്പ് വാർത്താ സമ്മേളനമുണ്ട്. പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആം ആദ്മി പാർട്ടി ഏത് തരത്തിലായിരിക്കും കെജ്രിവാളിനെ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലും ഹരിയാനയിലും അല്ലെങ്കിൽ പഞ്ചാബിലും ഒക്കെയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കാൻ പോകുന്നത്? ബിജുകുമാർ, ഹനുമാൻ ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ വലിയ തരത്തിലുള്ള സ്വീകരണമാണ് അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുന്നത്. ഹനുമാൻ ക്ഷേത്രത്തിലെ സന്ദർശന വേളയിലും നിരവധി പ്രവർത്തകർ അവിടെ അരവിന്ദ് കെജ്രിവാളിനെ കാണാനായി തടിച്ചുകൂടിയിരുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കാരണം 50 ദിവസത്തിന്റെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ജയിൽ മോചിതനായി ഇന്ന് പാർട്ടി ആസ്ഥാനത്തെത്തുമ്പോൾ പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തിലാണ്. വലിയ ആഘോഷ പരിപാടികൾ തന്നെ പ്രവർത്തകർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാൾ അഭിസംബോധന ചെയ്യും. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളാകും ഉന്നയിക്കുക എന്നതാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. നിരവധി ആരോപണങ്ങൾ ജയിലിനകത്ത് തന്നെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജയിലിൽ നിന്നിപ്പോൾ ഇടക്കാല ജാമ്യം ലഭിക്കുമ്പോൾ ഏത് തരത്തിലാകും ഇത്തരമൊരു രാഷ്ട്രീയമായി തന്നെ ഇതിനെ ആം ആദ്മി പാർട്ടി നേരിടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള ഒരു മറുപടി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ടേക്കും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ. ഇന്ന് 2 റോഡ് ഷോയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രാത്രി 8 മണിക്കും ഒരു റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ കടക്കുകയാണ്. നാളെ മുതൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ സജീവമാകും. എന്തായാലും ഇന്ത്യ സഖ്യത്തിനും ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ കരുത്തു പകരുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ നടത്താൻ പോകുന്നതും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് റോഡ് ഷോയും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണ രംഗത്ത് സജീവമായെങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാളിന്റെ അസാന്നിധ്യം അത് ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ആശങ്ക ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സുനിത കെജ്രിവാൾ രംഗത്തെടുക്കുമ്പോഴും വൈകാരികമായി തന്നെയായിരുന്നു ഡൽഹിയിലെ ജനം സുനിത കെജ്രിവാളിനെ ഏറ്റെടുത്തത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്കപ്പുറം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കപ്പുറം ഡൽഹിയിലെ ജനങ്ങൾ ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തുണ്ട്. സജീവമായി തന്നെ ഈ വിഷയം മദ്യനയ അഴിമതി കേസിലെ രാഷ്ട്രീയ വിഷയമെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി സജീവമായി പ്രചരണം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഡൽഹിയിൽ കഴിഞ്ഞ 2 വർഷം BJP തൂത്തുപോയിരുന്ന ഡൽഹിയിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഒരു അനുകൂല അന്തരീക്ഷമാകുന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ അത് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നു. എന്തായാലും ഏകാധിപത്യത്തിനെതിരെ പോരാട്ടം ശക്തമായി തുടരും എന്ന വാക്കുകൾ തന്നെയാണ് ഇന്നും അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ചത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ പാർട്ടി ആസ്ഥാനത്ത് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ആഘോഷമായി തന്നെയാണ് ഈ ജയിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ഈ ഒരു സന്ദർഭം അവർ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം മുതിർന്ന നേതാക്കളടക്കം ഇവിടെ വെച്ചുകൊണ്ട് യോഗം ചേർന്നാകും. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് സജീവമാകും. ശരി, നിതിൻ അംബുജനാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്താ സമ്മേളനം 1 മണിയോടെ അവിടെ ഉണ്ടാകും. പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. മറ്റു രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും അരവിന്ദ് കെജ്രിവാൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുക.